2, 3. 1, 2, 3. Now, 1. Kavan, 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 kavan. അഭിനയശേഷിയുള്ള ജീവിയാണ് മനുഷ്യൻ. അല്പസ്വല്പം ഒന്ന് അഭിനയിക്കാത്ത ആരും തന്നെ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്ക് പറയാം. ജീവിച്ചു പോകാൻ വേണ്ടി പലയിടത്തും നിങ്ങൾക്ക് സങ്കടം വന്നപ്പോഴോ ദേഷ്യം വന്നപ്പോഴോ സന്തോഷമുള്ള പോലെ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ? ഈ ഹൗസിൽ ഒരു ലയബിലിറ്റി ആക്കാണ്ട് ഒരു അസറ്റ് ആക്കാം. ജസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് പൈസ തരുന്ന അസറ്റ് മാത്രമല്ല, ആൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കും. നമുക്ക് ഓരോ പോയിന്റ്, ഒരു ഫീൽഡിന്റെ ഓരോ പോയിന്റ് എടുത്താലും ആളുടെ ഒരു സോളിന്റെ ഒരു ഭാഗം എല്ലാവരുടെയും ഉണ്ട്. ഇന്നിപ്പോ ലെവലിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞ 3 years എടുത്ത എഫേർട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് പറ്റിക്കുന്നവരുണ്ട്, കരഞ്ഞുകൊണ്ട് പറ്റിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റി. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര നല്ല ജീവിയൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇമാതിരി ഉടായ്പകൾ കയ്യിലുള്ളൊരു ജീവിയാണ് മനുഷ്യൻ. ചീറ്റിംഗ് നല്ലപോലെ അറിയുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിച്ച് നടക്കൊന്നും വേണ്ട, നെഗറ്റീവ് മൈൻഡഡ് ആക്കണ്ട. നമുക്കൊരു കോമൺ സെൻസ് വേണം. മനുഷ്യരുടെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് കാണിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ആളുകളൊക്കെ ആയിട്ട് പരിചയത്തിലൊക്കെ ആവുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് അങ്ങനെ അങ്ങോട്ട് ആ എക്സ്പ്രഷൻസിലും വാക്കുകളിലും അങ്ങോട്ട് മയങ്ങരുത്. നമ്മളെപ്പോഴും ഏതൊരു മനുഷ്യനായാലും, ഇപ്പം ഞാനായാലും ഒരാളുടെ മുന്നിൽ ആദ്യമായിട്ടൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് വെർഷൻ ഇല്ലാത്ത കൂടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുമെന്ന് ചിന്തിക്കണം സ്വയം. അല്ലേ? എല്ലാവരും അവനവനെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ലേ? അതിൻ്റെ ഭാഗമാണിത്. ഇത് ജെന്യൂൻ ആവണമെന്നില്ല. പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിലും അതുപോലെ ചില പെട്ടെന്നുണ്ടാകുന്ന ചില കൂട്ടുകാഴ്ച ബിസിനസ്സുകളിലൊക്കെ അയ്യോ ഇയാൾ ഇങ്ങനത്തെ ആളായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന്. പ്രത്യേകിച്ചൊരു 1-to-1 കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് നമ്മുടെ മുഖഭാവവും നമ്മുടെ ബോഡി ലാംഗ്വേജും അവർക്ക് ഫേവർ ആകുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായില്ല എങ്കിൽ അവർക്ക് രണ്ടാമത് നമ്മുടെ അടുത്തേക്ക് വരാൻ തോന്നില്ല. നമ്മളുടെ ഒരു ചിരിക്ക് പോലും മഹത്വമാണ്. നമ്മളൊരു സ്റ്റേജിലാണെങ്കിൽ അത് ആരെയും നേരിട്ട് ബാധിക്കാത്ത ആകാശത്ത് വെടിവെക്കൽ പോലെ പോകും നമ്മുടെ എക്സ്പ്രഷൻ. ആരെയും ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ നമ്മളൊരു 1-to-1 കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഒരു രണ്ടാളൊക്കെ കയറി വരുമ്പോഴൊക്കെ അത് നമ്മളുടെ മുഖത്തുണ്ടാവുന്ന ഏത് ഭാവവും അവരെ ഉദ്ദേശിച്ചിട്ടാണെന്നാണ് വിചാരിക്കുക.
ഇങ്ങനെ പലതരം മൂഡുകൾ മനുഷ്യർക്ക് മാറിക്കൊണ്ടിരിക്കും. ബട്ട് വലിയ രസം എന്താ അറിയോ, നമ്മളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യർക്കില്ലേ, അവർക്ക് നമുക്ക് എന്നും ഒരു മൂഡ് വേണമെന്ന ആഗ്രഹം. ഇതൊരു മനുഷ്യനാണെന്നും ഇതൊരു യന്ത്രമല്ല, അസീമോ റോബോട്ടല്ല, ഇത് മനുഷ്യനാണ്, ഇതിന് പല ദിവസവും പല മൂഡായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പൊതുജനങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ദിവസം ജെന്യൂൻ മൂഡ് മുഖത്തിട്ട് കൊടുക്കുക, ഇല്ലാത്ത ദിവസം ആ മൂഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഭാരതപ്പുഴയിലാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളൊന്നും ഇങ്ങോട്ട് ഒന്ന് മുങ്ങി നീരാടാൻ വേണ്ടി വരാറുണ്ട്. ഏറ്റവും സന്തോഷം നൽകുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് പ്രകൃതിയോടൊപ്പമായിരിക്കുന്ന മുഹൂർത്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സമയമാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും പറ്റാറില്ല, തിരക്കുകൾ കാരണത്താൽ എപ്പോഴൊന്നും ഇതുപോലെയുള്ള മൊമെൻറ്റുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾക്ക് ഒഴിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നർച്ചറിങ് എന്ന് പറയുന്ന ആ ഫീൽ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്ന ഒരു പരിപാടിയാണ് മുങ്ങിക്കുളിക്കുക, നീന്തി കുളിക്കുക എന്നുള്ളത്.